അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഫിർസത്തെ ഹബീബ്മാരെ, ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു മക്കാമ് ഷരീഫുക്ക് പോയ ആൽമാറിക്കുവാറ് പോവാത്ത ആൽമാർ ചുമ്മയ്ക്കുവാറ് ദമ്മു കെട്ട സീക്ക് ശ്വാസം മുട്ടു അസ്തമ പോലത്തെ ദമ്മു കെട്ട സീക്ക് നേർച്ചയാക്കിയിട്ട് അവിടെ ആ നേർച്ച എത്തുപാട്ടുണ്ടായെങ്കിൽ എത്ര വില സീക്കായുണ്ടായെങ്കിലും ഫലം കിട്ടുമെങ്കിലത്തെ ഒരു മക്കാമായിട്ടിക്കട് ചെറിയ മക്കരെ പിടിച്ചിട്ട് വലിയ വയസ്സരങ്ങളെ തോളിന്ന് ദമ്മു കെട്ടുക ഈ മഹാന്മാരെ പേരിൽ നേർച്ചയാക്കിയിട്ട് അവിടെ നേർച്ച സമർപ്പിച്ചിട്ടുണ്ടായെങ്കിൽ ദമ്മു കെട്ട് സീക്ക് സുമാറായെങ്കിലത്തെ 100 കണക്കിൽ അനുഭവമായിട്ടിക്കറ് ഞങ്ങൾക്കില്ലേ. പത്തറും റായത്തെ കോളിലെ കരിയുമാക്കിയിട്ട് ഈ മഹാന്മാരുടെ ഹലറത്തിലേക്ക് പോയിട്ട് ദിക്ർ എടുക്കരുതേറ്റിക്കുണ്ട്. അവിടെ പ്രത്യേകത അവിടെ 5 വർഷം മുദരിസായിട്ട് ഞാൻ ഡ്യൂട്ടിയാക്കിയോ ഇന്നത് കൊണ്ടേറ്റിക്കട് എൻ്റെ അനുഭവത്തിലെ ഞാൻ അനുഭവിച്ചതും ബാക്കിയുള്ള ആൾമാർ നേരിട്ട് നണ്ടിട്ട ചൊന്നെങ്കിത്തെ ധാരാളം അനുഭവങ്ങൾ നക്കുണ്ടു. അത് മാപ്പിളടക്ക മഹാന്മാരായിട്ടിക്കട് മാപ്പിളടക്ക മക്കാമായിട്ടിക്കട് അങ്ങനെ കറാമത്തുകളും അവിടെ നേർച്ചയാക്കയുടെ രൂപങ്ങളായിട്ടിക്കട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചൊന്തൻ്റെ. ഈ മക്കാമുള്ളത് ദക്ഷിണ കന്നഡ ജില്ലയുടെ സുല്യ താലൂക്കുടെ മാപ്പിളടുക്ക ചൊല്ലുടെ റായത്തിലായിട്ടിക്കട് പുത്തൂറിലെ സുല്യത്തെ നടുലു ജാൽസൂർ ചൊല്ലുടെ ഒരു റായ കിട്ടല്ലേ. പുത്തൂറിലെ 24 കിലോമീറ്ററും അതുപോലെ സുല്യത്തെ ഇപ്പറ പറയുമ്പോൾ 9 കിലോമീറ്റർ നടുಲು കിട്ടണമെങ്കിലത്തെ ആ ജാൽസൂറിലെ കാസർഗോഡ് റൂട്ടിലു 1.5 കിലോമീറ്റർ പോയി ഉണ്ടായെങ്കിൽ കേരള കർണാടക ഗഡിരാണ്ടി തെല്ല് മുതಲು കിട്ടണമെങ്കിലത്തെ ഇടത്തെ ഭാഗത്തിലുള്ള ഒരു മക്കാമായിട്ടിക്കട് പരിശുദ്ധമായ മാപ്പിളടുക്ക മഹാന്മാർ അന്തിയുറങ്ങണമെങ്കിലത്തെ മക്കാമ് പ്രകൃതി രമണീയമായ ഒരു പ്ലേസ് ആയിട്ടിക്കട് ചുറ്റുമുത്തലും റിസർവ് ഫോറസ്റ്റ് റോഡ് സൈഡിലായിട്ടിക്കട് ഈ മക്കാമുണ്ട്. അതിന് മുട്ടമേ ഒരു ചെറിയ തോടു ആ തോടുരെയും റോഡേയും നടുലായിട്ടിക്കട് ഈ മക്കാമുല്ലേ. ആ മക്കാമുടെ മുട്ടത്ത് ടച്ചായിട്ട് ഒരു ചെറിയ പള്ളിയുണ്ടോ. ആ പള്ളിക്ക് ഒത്തിലെ വിശാലമായ ഒരു ദർശന ബിൽഡിംഗ് ഉണ്ടോ. ഇണ്ട് നല്ലൊരു ദർശനം ഇണ്ടും അവിടെ നടന്നുകൊണ്ട് വന്നുകൊണ്ടുണ്ടോ. ഞങ്ങളെ പ്രിയ സുഹൃത്ത് ഹാഫിൽ അബ്ദുസലാം നിസാമി ചെന്നാർ ഉസ്താദ് ഇണ്ടും മുദരിസായിട്ട് ആ ജാഗയിൽ ദർശനം നടത്തിയിട്ടുണ്ടോ. നല്ലൊരു പ്രശാന്തമായ ഒരാൾക്കും ഉറക്ക പോയിണ്ടെങ്കിൽ ഇനിയും പറഞ്ഞു ചെന്നിട്ട് ആഗ്രഹിക്കണമെങ്കിൽ ഒരു പ്രശാന്തമായ ഒരു വാതാവരണ ഒരു കിരിക്കിരിയില്ല ഒരു ബുദ്ധിമുട്ടെന്തും അവിടെയില്ല. പ്രത്യേകിച്ചിട്ട് ജാമണ ആ മഹാൻ്റെ സിയാറത്താക്കരെ ചെന്നെങ്കിൽ വല്ലാത്തൊരു ആത്മീയമായൊരു അനുഭൂതി ആയിട്ടിക്കട് മഗ്രിബിൽ പിന്നെ ആ ഒരു ചിമ്മലവിടെ വെച്ചിട്ട് യാസീറും മറ്റും സിയാറത്താക്കുമ്പോൾ കിട്ടേ മനസ്സ് കിട്ടണമെങ്കിൽ ഒരു നെമ്മതി അത് ചൊന്നിട്ട് അറിയിക്കുക പദകളെ ഇല്ല. ജാതി മത വ്യത്യാസമില്ലാണ്ട് ഹിന്ദു മുസ്ലിം ചൊല്ലണമെങ്കിൽ ഒരു വ്യത്യാസമില്ലാണ്ട് കേരളത്തങ്ങ കർണാടകത്തങ്ങ മഹാരാഷ്ട്രത്തങ്ങ അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം സ്റ്റേറ്റ് ആൾമാർ ആ മഹാന്മാരെ ഹലറത്ത് നേർച്ച കൊണ്ട് വണ്ടാറ് അങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ സങ്കഷ്ടത്തിനും ഒരു പരിഹാരമായിട്ട് ഈ മഹാൻ്റെ ദർബാർ കണ്ടുകൊണ്ടുള്ളാറ്. പ്രത്യേകമായിട്ട് ദമ്മ് കെട്ട സീക്ക് ആ ദമ്മുടെ കെട്ട സീക്ക് വല്ലാത്തൊരു പരിഹാരമായിട്ടിക്കട് എത്രമാ ഡോക്ടർമാർ പോലും ബുട്ട കേസ് ഈ മഹാൻ്റെ ഹലറത്ത് നേർച്ചയാക്കിയിട്ട് വന്നിട്ട് ദിക്ർ സമർപ്പിച്ചിട്ടാകുമ്പോൾ അവിടെ സുമാറായ അനുഭവം നക്കേ ഉണ്ടോ. ആ പേഷ്യൻ്റായ ആൾ ദമ്മ് കെട്ട് രോഗിയായ ഒരാളുടെ ഉദ്ധാക്കിക്കൊണ്ട് വന്നിട്ട് ആ മഹാൻ്റെ ഹലറത്തിൽ ധാരാളം ദിക്ർ ചൊന്നിട്ടു. ആ പ്രത്യേകമായിട്ടുള്ള ദിക്ർ അതെല്ലാം ഞാൻ ചൊല്ലേ ആ പ്രത്യേകമായിട്ടുള്ള ആ ദിക്റെല്ലാം ചൊന്നിട്ടു മഹാൻ്റെ ഹലറത്തിൽ നിന്ന് പോയാൽ പിന്നെ ഡോക്ടർമാർ ആശ വിട്ടിട്ടു ഇത്ര നാൾ മാത്രം ജീവിക്കുന്നതിൻ്റെ ചൊന്നെങ്കത്തെ ആൾമാർ പിന്നെയും ഒരുപാട് വർഷ രോഗങ്ങളില്ലാണ്ട് ദമ്മ് കെട്ട് സീക്ക് സുമാറായെങ്കിലത്തെ ധാരാളം അനുഭവങ്ങൾ നങ്ങുകയേ ഉണ്ടോ. എല്ലാ രോഗത്തും അവിടെ നേർച്ചയാക്കിയെങ്കിൽ ഫലങ്ങൾ കിട്ടുക. പ്രത്യേകിച്ച് ദമ്മ് കെട്ട് സീക്ക് അത് എത്ര വലിയ വയസ്സാവട്ടെ മക്കാവട്ടെ ഒരു വ്യത്യാസമില്ലാണ്ട് നേർച്ചയാക്കിക്കൊണ്ടിരിക്കടാറ്. അതേപോലെ മക്കളുടെ പ്രത്യേകമായ രോഗങ്ങൾ ചെറിയ മക്കൾക്ക് ഹാർട്ട് പ്രോബ്ലം ഇക്കട് ഹാർട്ടിൽ ഹോൾസ് ഇക്കട് നിരന്തരമായിട്ട് പനിവൻ്റെ മക്കളുള്ളാറ് ചലകെട്ട മക്ക ഹട്ടകെട്ട മക്ക നിരന്തരമായിട്ട് ബുൾപുട്ട മക്കകളല്ല അവിടെ നേർച്ചയാക്കിയെങ്കിൽ ധാരാളം ഫലങ്ങൾ കിട്ടുക. ഹാർട്ടിൻ്റെ സീക്ക് പ്രത്യേകിച്ചിട്ട് ചെറിയ മക്കളുടെ എത്ര വലിയ പ്രോബ്ലമായെങ്കിലും ആ മഹാൻ്റെ ഹലറത്ത് നേർച്ചയാക്കിയിട്ടാകുമ്പോൾ ഫലങ്ങൾ കിട്ടിയെങ്കിൽ ധാരാളം അനുഭവങ്ങൾ എന്നൊക്കെ ഉണ്ടോ. ഇനി അവിടെ നേർച്ചയാക്കയുടെ രൂപ എങ്ങനെ കേട്ടിട്ടുണ്ടായെങ്കിൽ മാപ്പിളടുക്കത്തേക്ക് ദിക്ർ ആക്കുന്ന നേർച്ചയാക്കാൻ ചൊല്ലെങ്കിൽ ഒരു ശൈലി ഉണ്ടോ. അതുപോലെ മാപ്പിളടുക്കത്തേക്ക് കോളിലക്കരിയും പത്രും കൊണ്ടുപോയിട്ട് നാണ് നേർച്ച സമർപ്പിക്കാൻ ചൊല്ലെങ്കിൽ ഒരു രീതിയുമുണ്ടോ. ഏതായാലും അവിടെ പോണായത് റായത്തെ കോലിയായിട്ടിക്കട് നല്ല റായത്തെ കോലി ചേകൾ അറുത്തിട്ട് അത് പിന്നെ പോലെ അതിനെ പാകപ്പെടുത്തിട്ട് കറിയാക്കിയിട്ട് അതൊന്നും മൂടെന്തും തിന്നാണ്ട് ഔത്തുള്ളു പത്രാക്കിയിട്ട് ഒരാൾക്ക് അത്തിക്കനിഷ്ഠ പോണൊന്ന് പത്രയിട്ടിക്കട് അതിനെക്കാണ്ട് ജാസ്തിയും ഗുണമുണ്ടെങ്കിൽ ഉള്ളാറ്
അതല്ല ഞങ്ങളെ സൗകര്യമായിട്ടേക്കടെ. അപ്പോൾ റായത്തെ കൂലിയും പത്തുറും നേർച്ചയാക്കിയിട്ട് ആ മഹാന്മാരുടെ ഹദറത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ 11-ാമത്തെ രാവിലെ ദിക്ർ, 11-ാം രാവിലെ ദിക്ർ ചൊല്ലുകൊടുത്തുണ്ടല്ലേ. ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ശേഖ് തങ്ങൾ എല്ലാ തിങ്കളിലെ 11-ാമത്തെ ജാവ് എടുത്തുകൊണ്ടിരുന്നെങ്കിലത്തെ പ്രത്യേകമായ ആ ദിക്റെല്ലാം അവിടെ ചൊന്നിട്ട് ദ്വാർന്നിട്ട് അവിടെ സീരണി തിന്നിട്ട് ബണ്ടതയിട്ടിക്കട് ഇതരെ ഒരു ക്രമ. അവിടെ ഉസ്താദുമാർ ഏത് സമയത്ത് പോയെങ്കും പ്രോബ്ലം ഇല്ല. ഇവിടെ മുദരിസുമാറും ഉസ്താദുമാരല്ല ദിക്ർ നേതൃത്വം തന്നെ അങ്ങല്ല റെഡിക്കാർ അവിടെ എല്ലാം ഇക്കിടാറ്. ഞങ്ങൾ ആക്കണായത് കോൾഡ് കറിയും പത്തറും നേർച്ചയാക്കിയിട്ട് അതെല്ലാം ആക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് 11-ാമത്തെ അവിടെ ദിക്ർ എടുത്തിട്ട് ഇട്ടിക്കടെ ബണ്ടേ അവിടെ ഞങ്ങൾക്ക് വർക്കത്ത് സീരണി തിന്നുകൊള്ള തണ്ടാറ്. അതേ സമയത്ത് ഏത് ഔത്തിരെ നേർച്ച കൊണ്ടുപോയിടമാ ആ ഔത്തുಗೆ റിട്ടേൺ കൊണ്ടുപോകും തീരാച്ചൊല്ലടങ്ങിയത്തെ ഒരു പരമ്പര അവിടെ കൊണ്ട് അവിടെ ഏരിയ ആൾമാരെല്ലാം ഞങ്ങളുടെ ചൊന്നതും ഇന്നും അവിടെ നടക്കട്. അങ്ങനെ ആയിട്ടിക്കട് ഞങ്ങളെ ഔത്തുകു ഞങ്ങമേ കൊണ്ടുപോയി സീരണി റിട്ടേൺ കൊണ്ടുപോകാനില്ലാണ്ടായിട്ടിക്കട്. അതേസമയത്ത് അവിടെ വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് സീരണി നിന്നുണ്ടായെങ്കിൽ ഞങ്ങൾ കേട്ടുണ്ടായെങ്കിൽ അവിടെ ഹാദിമീങ്ങ ഞങ്ങൾക്ക് തണ്ടാറ്. ഇതായിട്ടിക്കട് മാപ്പിളടക്കവുമായി ബന്ധപ്പെട്ട നേർച്ചയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. തോറും നിങ്ങൾ പോയിട്ടില്ലുണ്ടായെങ്കിൽ ജീവിതത്തിൽ ഒർക്കെങ്കിലും പോകണമെങ്കിൽ തുറ മക്കാമയിട്ടിക്കട്. ഞങ്ങൾ എന്ത് ഉദ്ദേശവും അവിടെ പോയിട്ട് മഹാന്മാരെ ചെന്നെങ്കിൽ ഞങ്ങളെ നീയത്ത് തക്കാത്ത പ്രതിഫലം കിട്ടരുത് 100% ഉറപ്പായിട്ടിക്കട്. ധാരാളം അനുഭവങ്ങൾ നക്ക് ചൊല്ലുകൊണ്ട് അത് ആ ഭാഗത്തെന്തും ഞാൻ കിടക്കില്ല. എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചിട്ട് ആ മഹാൻ്റെ ഹലറത്തിൽ ആ കാലിലടിയിൽ വെച്ചിട്ട് 101 ഫാത്തിഹ ഓതിട്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും കിട്ടിയെങ്കിൽ 100 കണക്കിൽ അനുഭവങ്ങൾ നക്കേ ഉണ്ടോ. എൻ്റെ സ്വന്തമായി ഞാൻ ദർസ് തുടങ്ങിയതും മാപ്പിളടക്ക തൈറ്റിക്കട. അതേസമയത്ത് എൻ്റെ മങ്ങില നടന്നതും കിടാവ് ഉണ്ടായതും അതുപോലെ മക്കത്ത് ഹജ്ജ് പോയതടക്കമുള്ളെങ്കിലത്തെ എല്ലാ ജീവിതത്തെയും വലിയ വലിയ കാര്യങ്ങൾ ആ മഹാൻ്റെ ഹദറത്തുലൈറ്റിക്കർ ഞങ്ങൾക്ക് നടന്നുകൊണ്ടില്ലേ. ഞങ്ങൾ ദർസ് തുടങ്ങുന്ന ടൈമിൽ എല്ലാ വർഷവും റമദാൻ കഴിഞ്ഞ് ദർസ് തുടങ്ങുന്ന ടൈമിലോ ആ മഹാൻ്റെ സിയാറത്താക്കാണ്ട് ഞങ്ങൾ ദർസ് തുടങ്ങില്ലാണ്ടേറ്റിക്കട്. അത്രയും ഞങ്ങൾക്ക് ബന്ധമുള്ളെങ്കിലത്തെ ഏതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ മഹാന്മാരെ ഞങ്ങൾ എങ്ങനെ പിടിക്കുക ആ രൂപത്തിലേറ്റിക്കട പ്രതിഫലങ്ങളും അനുഭവങ്ങളും ഞങ്ങൾക്ക് കിട്ടുകൊണ്ട് റായത്തെ കൊള്ളക്കറിയും പത്തുറും കൊണ്ടുപോണ്ടത് അല്ലാണ്ട് കോലി നേർച്ചയാക്കണമെങ്കിലത്തെ ഒരു പ്രതീതിയും ഒരു സമ്പ്രദായമോ അവിടെ വരമേ ഉണ്ടോ. അതേപോലെ വർഷത്ത് ഓർക്ക 3 നാളത്തെ ഗംഭീരമായ ഉറൂസ് അവിടെ നടക്കട്. അവിടെ എടുത്തോണ്ടിക്കട് ദിക്റ വാർഷികവും ആ ഉറൂസിൽ നടക്കട്. മാത്രവുമല്ല തിങ്കൾ കുറുക്ക മാസിക ദിക്ർ ഹൽക്കയും ഇപ്പം നടന്നുകൊണ്ട് വന്നുകൊണ്ടുണ്ടോ. എന്തുകൊണ്ടും ആത്മീയമായ അനുഭൂതി കിട്ടണമെങ്കിൽ ജാഗയായിട്ടിക്കട്. ഞങ്ങളെ എല്ലാ സമസ്യകളും പരിഹാരമായിട്ടുള്ളെങ്കിൽ മക്കാമായിട്ടിക്കട്. മാപ്പിളർക്ക മക്കാമ് ആ മക്കാമു പോയ ആൽമാർ ആ മഹാന്മാർട്ടുള്ളെങ്കിലത്തെ ആ ബന്ധം നിലനിർത്തറോ. പോവാത്ത ജീവിതത്തിൽ വർക്കെങ്കും പോയിട്ട് ആ ഹലറത്തിൽ യാസീൻ ഓതിട്ട് ആ മഹാൻ്റെ ഹലറത്തിൽ വെച്ച് ദ്വാർക്കുള്ളെങ്കിൽ തല നീയത്ത് ആക്കറോ. പോയെങ്കും പോയില്ലെങ്കും എല്ലാ നാൾ ആ മഹാൻ്റെ പേരിൽ യാസീന ഫാത്തിഹമ്മ ഏതെങ്കിലും ഓതിട്ട് ആ മഹാൻ്റെ പേരിൽ ഹദിയാക്കിയിട്ട് ആ മഹാന്മാർട്ടുള്ളെങ്കിലത്തെ ബന്ധം നിലനിർത്തുള്ളെങ്കിലത്തെ ശ്രമങ്ങളാക്കറോ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാപ്പിളടക്ക മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദീനും ദുനിയാവും ആഖിറും അള്ളാഹു സലാമത്താകട്ടെ. എല്ലാവിധ ആഫത്ത് ബല മുസീബത്തുകളിൽ നിന്ന് ഇടങ്ങേറുകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. ഞങ്ങളെ കൂട്ടത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും മരിച്ചുപോയി ഞങ്ങളെ ഖബർ ആ മഹാൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.